എന്തെങ്കിലും പ്രാർത്ഥിക്കാനാണ് നമ്മൾ ഈ ദേവാലയത്തിൽ വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആരോടെങ്കിലും വിരോധമുണ്ടാൽ ക്ഷമിക്കാതെ പൊറുക്കാതെ നമ്മൾ ഈ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിച്ചതിനെന്താണ്? യേശു യേശു പഠിപ്പിച്ച ഒരേ ഒരു പ്രാർത്ഥന, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ഓരോ ദിവ്യ ബലിയിൽ നമ്മൾ ആ പ്രാർത്ഥന ചൊല്ലുന്നുണ്ട്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ കരങ്ങൾ വിരിച്ച് നമ്മൾ പലപ്പോഴും ചൊല്ലാറുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ പ്രാർത്ഥനയുടെ അവസാനത്തിൽ പോലും കർത്താവ് ക്ഷമയെക്കുറിച്ച് പറയുന്നു. ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കുന്നത് പോലെ, അല്ലെ? മറ്റുള്ളവരോട് ക്ഷമിക്കുവാനായിട്ട് ആ പ്രാർത്ഥനയിൽ പോലും കർത്താവ് നമ്മൾ പഠിപ്പിച്ചത്. കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയിൽ പോലും മറ്റുള്ളവരോട് ക്ഷമിക്കുവാനായിട്ട് കർത്താവ് ആഹ്വാനം ചെയ്യുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ചേച്ചിയോട് സംസാരിക്കുകയായിരുന്നു. ചേച്ചിയോട് പറഞ്ഞു, വെച്ചാൽ എൻ്റെ അമ്മ എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിത പങ്കാളി, എൻ്റെ ഭർത്താവിൻ്റെ അമ്മ പലപ്പോഴും വളരെ വേദന എനിക്ക് തരുന്നത്, വളരെ കഷ്ടപ്പാടാണ്. ചില കാര്യങ്ങൾക്ക് വേണ്ടി നൈമിഷികമായ ചില കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി സ്നേഹമായി അഭിനയിക്കുക. അത് കഴിഞ്ഞ പിന്നെ എനിക്ക് വളരെ ഉപദ്രവം പറഞ്ഞ് അടുത്തു. ഏറ്റവും അവസാനം ഞാൻ പൊട്ടിത്തരിച്ച് എൻ്റെ വായിൽ വരുന്നതെല്ലാം ഞാൻ വിളിച്ചു പറഞ്ഞു. എനിക്ക് പറ്റുന്നില്ല, കൂടുതലായിട്ട് മുമ്പോട്ട് പോകാനായിട്ട് പറ്റുന്നില്ല. ഇങ്ങനെ സ്നേഹം അഭിനയിച്ച് കൊണ്ടുപോകാനാണ് എനിക്ക് പറ്റുന്നത്. ചേച്ചി, നമ്മുടെ ജീവിതത്തിലേക്ക് തമിഴ് സന്തോഷം മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ തരുന്നത്, വിഷമങ്ങളുടെ അവസ്ഥകളുണ്ട്. നമ്മുടെ ജീവിതത്തിന് നമ്മൾ കൂടെ നിൽക്കും, നമ്മളുടെ കൂടെ എപ്പോഴും ഉണ്ടാകുമെന്ന് പറഞ്ഞവർ പലപ്പോഴും നമ്മളെ വേദനിപ്പിച്ചിട്ടുണ്ട്. ചങ്കു പറഞ്ഞു പോകുന്ന വേദന പലപ്പോഴും നമുക്കുണ്ടായിട്ടുണ്ട്. ക്ഷമിക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. പലപ്പോഴും ക്ഷമിക്കാൻ പറ്റുന്നില്ല നമ്മളവരുടെ. പ്രിയപ്പെട്ടവരെ, ഈ വൈരാഗ്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു ക്യാൻസർ നമുക്കറിയാതെ അത് നമ്മളെ തന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി ആ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, വേറൊന്നും ചെയ്യണ്ട. നമുക്ക് ആ ചെന്ന് പോയി മാപ്പ് പറയാനോ ക്ഷമിക്കാനല്ല, ആദ്യം ആ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഓരോ ദിവ്യബലിയും നമ്മൾ വരുന്ന ഓരോ ദിവ്യബലിക്കും ഓരോ നിയോഗങ്ങളുണ്ട്, അല്ലെ? നമുക്ക് വ്യക്തിപരമായി നമ്മളെല്ലാം വന്നിരിക്കുന്ന ഓരോ നിയോഗം, ഈ ദേവാലയത്തിൽ വന്നിരിക്കുന്ന എല്ലാവരും കൂടെ വന്നിരിക്കുന്നത് എന്തൊക്കെയോ നിയോഗങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത്. എന്തൊക്കെയോ നിയോഗങ്ങൾ നമ്മൾ ഈ ദേവാലയത്തിൽ വന്നപ്പോൾ ഉണ്ടായിരുന്നു. ആ നിയോഗങ്ങൾ ഓരോ ദിവ്യബലിയിലും നമ്മൾ സമർപ്പിക്കണം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ദ്രോഹം ചെയ്തവർ, നമ്മുടെ കൂടെ കാണുമെന്ന് പറഞ്ഞ് സ്നേഹിച്ചവര്, അല്ലെ നമ്മൾ ചങ്ക് പറിച്ച് നമ്മൾ സ്നേഹിച്ചവർ നമ്മളെ വിട്ടുപോയപ്പോൾ ചിലപ്പോൾ അവരുടെ നോട്ടമായിരിക്കാം, വാക്കുകളായിരിക്കാം, പ്രവൃത്തിയായിരിക്കാം, പലപ്പോഴും നമ്മളെ വേദനിപ്പിച്ചിട്ടുണ്ട്. കൂടെ നിൽക്കുമെന്ന് പറഞ്ഞ് നമ്മളെ ചലിച്ചു പോയിട്ടുണ്ട്. പക്ഷെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. അവരെ ക്ഷമിക്കുക, ആത്മാർത്ഥമായി ക്ഷമിക്കുക, അവരുടെ അടുത്ത് പോയി മാപ്പ് പറയുക എന്നതിലുപരിയായിട്ട് ഉള്ളിന്റെ ഉള്ളിൽ അവർക്ക് മാപ്പ് കൊടുക്കാനായിട്ട്, ഉള്ളിന്റെ ഉള്ളിൽ തമ്പുരാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ്. നമ്മൾ പലപ്പോഴും യാത്രകൾ ചെയ്യുന്നവരാണ്. യാത്രയ്ക്ക് പോകുമ്പോൾ ഈശോയെ, എന്നെ വേദനിപ്പിച്ച എന്റെ വ്യക്തി, അല്ലെ എന്റെ അമ്മ, എന്റെ സഹോദരൻ, അവരോട് ക്ഷമിക്കണമെന്ന് ഒരു നന്മ തന്നെ അറിയാം. ഒരു സ്വർഗസ്ഥനായ സമർപ്പിച്ച പ്രാർത്ഥന ജീവിതത്തിൽ അവരെ മാറ്റാനല്ല, നമ്മെ മാറ്റാൻ, എന്റെ മനോഭാവം മാറ്റാൻ. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്റെ അവരെ മാറ്റി അവരെ മനമാറ്റം വരട്ടെ, അവര് മനസ്സല്ല, എനിക്ക് മനമാറ്റം വരാനായിട്ട്, എനിക്ക് മാറ്റം സംഭവിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലെ കർത്താവ് ചൊല്ലി ധാരാളം കുരിശുകൾ നമ്മുടെ ജീവിതത്തിൽ തന്നിട്ടുണ്ട്. അത് നമുക്ക് വഹിക്കാൻ പറ്റുന്ന കുരിശുകളുണ്ട്. പക്ഷെ നമ്മൾ അതിന് മുന്നിൽ പതരാതിരിക്കുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കർത്താവ് പ്രാർത്ഥിക്കേണ്ട ഒരേ ഒരു പ്രാർത്ഥനയേ ഉള്ളൂ, ഈശോയെ, നീ എനിക്ക് എത്രത്തോളം കുരിശ് തന്നാലും, നീ എത്രത്തോളം വേദന തന്നാലും, കഷ്ടപ്പാടുകൾ തന്നാലും, തമ്പുരാനെ, ഒരേ ഒരു പ്രാർത്ഥനയെ എനിക്കുള്ളൂ, നീ എന്റെ കൂടെ ഉണ്ടാകണം. ഈശോ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, ഈശോയുടെ ചാരനുണ്ടെങ്കിൽ, അവൻ എത്ര കുരിശ് തന്നാലും, അവൻ എത്ര കഷ്ടപ്പാട് തന്നാലും നമ്മൾ അത് സന്തോഷത്തോടെ സ്വീകരിക്കും. അവൻ കൂടെ ഉണ്ടെങ്കിൽ ഏത് കുരിശും സ്വീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കും, ഏത് കുരിശും വഹിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ദേവാലയത്തിലായിരിക്കുമ്പോഴും ഓരോ നിയോഗങ്ങളായിട്ട് നമ്മൾ ഈ ദേവാലയത്തിലായിരിക്കുമ്പോഴും കർത്താവ് പറഞ്ഞ അവരുടെ അവസാന വാക്കുകൾ കൊടുക്കുക. പ്രാർത്ഥനയ്ക്ക് നിങ്ങൾ ദേവാലയത്തിൽ വരുമ്പോൾ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിൻ്റെ